ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് കാര്യമായിട്ടുള്ള പടലപ്പിണക്കങ്ങളും അന്തചിത്രങ്ങളും ഉള്ളിലുള്ള പ്രശ്നങ്ങളും ഒക്കെ UDF-നകത്തുണ്ടായിരുന്നു, പ്രത്യേകിച്ചും സീറ്റ് നിർണ്ണയത്തിലടക്കം, അതൊക്കെ അവസാന ഘട്ടത്തിൽ പൂർണ്ണമായും പരിഹരിച്ചു? തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമൊന്നും UDF-ലില്ല. പൂർണ്ണമായി പരിഹരിക്കപ്പെട്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് സ്ഥാനാർത്ഥികൾ സജീവമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. ഘടകകക്ഷികൾക്കൊന്നും ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, അവരുടെ പരാതികളൊക്കെ പരിഹരിച്ചു. തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടും. ഇത്തവണ തൊടുപുഴ നഗരസഭയിൽ എത്ര സീറ്റ് നേടി അധികാരത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷ? തൊടുപുഴ നഗരസഭ ഇത്തവണ ബഹുഭൂരിപക്ഷം സീറ്റുകളും ഐക്യജനാധിപത്യ മുന്നണി നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജില്ലാ പഞ്ചായത്തും അങ്ങനെ തന്നെ. ഇത്തവണ ജില്ലാ പഞ്ചായത്ത് ഐക്യജനാധിപത്യ മുന്നണി പിടിക്കും. 52 പഞ്ചായത്തുകളാണുള്ളത്. 52-ൽ ഏതാണ്ട് 90% പഞ്ചായത്തുകളും ഐക്യജനാധിപത്യ മുന്നണി പിടിച്ചടക്കും. KPC ജനറൽ സെക്രട്ടറിയാണ്. വലിയ ആത്മവിശ്വാസത്തോടുകൂടി ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ഒരുങ്ങിയത്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇക്കുറി ഒരു ചെറിയൊരു എഡ്ജ് കളഞ്ഞു, സാധ്യതയില്ലാതാക്കി. ഇല്ല, അദ്ദേഹം തെറ്റു ചെയ്തു എന്ന് പാർട്ടിക്ക് ബോധ്യമായ ഘട്ടത്തിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചകൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സ്ത്രീ സുരക്ഷയ്ക്ക് കാര്യമായി പരിഗണന നൽകേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അങ്ങനെ ആ കൃത്യമായ പരിഗണന കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതിജീവിതയ്ക്കൊപ്പം ആണ് പാർട്ടി നിന്നത് എന്ന് പൂർണ്ണമായും ഉറപ്പിച്ച് പറയാൻ കഴിയുമോ അങ്ങേക്ക്? തീർച്ചയായിട്ടും സ്ത്രീകൾക്കൊപ്പം, പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ നേരിടുന്ന, ദുരന്തങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്കൊപ്പമാണ് എല്ലാ കാലത്തും കോൺഗ്രസ് പാർട്ടി നിന്നിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ ആ അതിജീവിതയ്ക്കെതിരെയാണ് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക്. ഏതൊക്കെ രീതിയിലാണ് ആ അതിജീവിതയെ ചിത്രീകരിക്കുന്നത് നമുക്ക് കണ്ടാൽ അറിയാം. അതിൽ കോൺഗ്രസ്സുകാരും ഇല്ലേ? അതിൽ ഒഫീഷ്യലായിട്ടുള്ള കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നും അത്തരത്തിലുള്ള പ്രകോപനങ്ങൾ, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കാര്യമായി ജനങ്ങൾക്കിടയിൽ ഒരു വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വോട്ടാകും എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും അത് വോട്ടാകും. അല്ല, ഇവിടെ അത്തരത്തിലുള്ള വിഷയങ്ങളാണോ ചർച്ചയാകുന്നത്, അതോ പ്രാദേശിക വിഷയങ്ങളാണോ? അല്ല, അത്തരം വിഷയങ്ങളുമുണ്ട്, പ്രത്യേകിച്ച് പ്രാദേശിക വിഷയങ്ങളുണ്ട്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4.5 വർഷക്കാലം LDF-ന്റെ കൈകളിലായിരുന്നു. ആ 4.5 വർഷക്കാലം ഈ തൊടുപുഴ നഗരത്തിൽ യാതൊരു തരത്തിലുള്ള വികസനങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷെ കഴിഞ്ഞ 6 മാസം അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കൈകളിലേക്ക് വന്നപ്പോൾ, UDF-ന്റെ കൈകളിലേക്ക് വന്നപ്പോൾ വലിയ മാറ്റം ജനങ്ങൾക്ക് കാണാൻ സാധിച്ചു. അബു ജോൺ ജോസഫും പറയുന്നുണ്ടായിരുന്നു ഈ 6 മാസമാണ് യഥാർത്ഥ ഭരണം നടന്നതെന്ന്. ഈ 6 മാസം കൊണ്ട് നിങ്ങൾ എന്തൊക്കെ നടപ്പിലാക്കി? അല്ല, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. 5 വർഷക്കാലം കഴിഞ്ഞ നഗരസഭയുടെ കാലഘട്ടത്തിൽ പണി പൂർത്തിയായ ഒരു കംഫർട്ട് സ്റ്റേഷനായിരുന്നു. ഈ 4.5 വർഷക്കാലം അതിനൊന്ന് തൊടാൻ പോലും ഇവിടുത്തെ മുന്നണിക്ക് സാധിച്ചിട്ടില്ല, LDF മുന്നണിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഈ 6 മാസം കൊണ്ട് അതിന് മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ മങ്ങാട്ടുകവലയിലെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, അതുപോലെ തന്നെ പൊളിഞ്ഞ് നശിച്ചു കിടക്കുന്ന റോഡുകൾ, ഇതെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ഒരു 6 മാസക്കാലം കൊണ്ട് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് ജനങ്ങൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വിധിയെഴുത്തായിരിക്കും നടക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണത്തിനെതിരെ, പിണറായി സർക്കാരിനെതിരെയുള്ള ദുർഭരണം നോക്കൂ, ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വശത്ത് കടക്കണി മൂലം ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യർ, മറുവശത്ത് കേരളം ഒരു തുറന്ന പട്ടിക്കൂട്, അതിനുമപ്പുറത്ത് വന്യജീവി സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, ആത്മഹത്യകൾ, പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യുന്നു, സർക്കാർ ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യുന്നു. ഇതിനെല്ലാം ഒരു പ്രേരണ ശക്തിയായിട്ട് സർക്കാർ നിലകൊള്ളുന്നു. തീർച്ചയായിട്ടും അതിനെതിരെ ഉള്ള ഒരു വിധി. വന്യജീവി ആക്രമണം ശക്തമായി നേരിടുന്ന മേഖലകൾ എവിടേക്കാണ്? ഇവിടെ ഇപ്പോൾ ഹൈ റേഞ്ച് മേഖലകളിൽ ഉണ്ടാകുന്നുണ്ട്. തൊടുപുഴയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളില്ല. പക്ഷേ ഇവിടെ ഇത് പട്ടി ശല്യം, തെരുവ് നായ ശല്യം വളരെയേറെയുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു വിധിയെഴുത്തായിരിക്കും. ശരി, എന്തായാലും നിഷ സോമൻ തെറ്റയിൽ വലിയ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. ഇക്കുറി 2 നഗരസഭകളും നിലനിർത്തും, ഒപ്പം കൂടുതൽ പഞ്ചായത്തുകൾ പിടിക്കും, ജില്ലാ പഞ്ചായത്തും തിരിച്ചു പിടിക്കും. അങ്ങനെയാണോ? തീർച്ചയായിട്ടും.